വിവിധ മേഖലകളിലുള്ള നിരവധി പേര് പ്രതികരിക്കുന്നവരെല്ലാം തന്നെ വളരെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടാണ് നോക്കിക്കാണുന്നതും. മുമ്പും ഇത്തരം തൊഴിലിടങ്ങളിൽ നിന്നും മാധ്യമപ്രവർത്തകർ അപകടത്തിൽപ്പെടുന്ന പല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി. കിരൺ, നഷ്ടം അത് ഏറ്റവും വലുതാണ്. മാധ്യമ ലോകത്ത് മാധ്യമപ്രവർത്തകർ നേരിടുന്ന തൊഴിലിടത്തെ വെല്ലുവിളികൾ അത് എത്ര വലുതാണെന്ന് കാട്ടിത്തരുന്നു കൂടിയാണ് ഈ സംഭവം. സജിത്ത്, അത്യന്തം ഞെട്ടലോടുകൂടിയാണ് ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ടത്. സാധാരണഗതിയിൽ പുറമെ ആളുകൾ നോക്കുമ്പോൾ അത്ര പ്രയാസമില്ലാത്ത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിരന്തരം ലൈംലൈറ്റിലൊക്കെ നിൽക്കുന്ന ആളുകളായി മാധ്യമപ്രവർത്തകരെ കാണുന്നെങ്കിൽ അങ്ങനെയല്ല. മാധ്യമപ്രവർത്തകരുടെ ജീവിതം ഓരോ ദിവസവും ഇത്തരം അപകടകരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് മുകേഷിന്റെ ഈ ദാരുണമായ അന്ത്യം. മുകേഷിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വീഡിയോ ജേർണലിസ്റ്റ് എന്നതിനപ്പുറം അദ്ദേഹം ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരുടെ അതിജീവനത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ നിരന്തരമായി എഴുതുക കൂടി ചെയ്യുന്ന ഒരു മികച്ച എഴുത്തുകാരൻ കൂടിയാണ്. എത്രത്തോളം പ്രതിബദ്ധത അദ്ദേഹത്തിന് അതിജീവനത്തിന് വേണ്ടി പോരാടേണ്ടി വരുന്ന, നിരന്തരം ജീവിതത്തെ തന്നെ പോരാട്ടമാക്കേണ്ടി വരുന്ന സാധാരണ മനുഷ്യരോടുണ്ട് എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ. അത്തരം ഒരു പ്രതിബദ്ധതയുടെ കൂടി ഭാഗമാകണം ഈ കാട്ടാന ആക്രമണത്തെക്കുറിച്ച് അവിടുത്തെ റിപ്പോർട്ടടക്കം പറയുന്നത്. നിരന്തരമായി അവിടേക്ക് ജനങ്ങൾക്കിടയിലേക്ക് വരികയും ജനങ്ങളുടെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത് അധികാരികളിലെത്തിക്കുക, അതിന്റെ ദൃശ്യങ്ങൾ പരമാവധി അധികാരികളിലെത്തിക്കുക, ആ നാട്ടുകാരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിസന്ധികളുടെ മുന്നിലും ഇത്തരം അപകടകരമായ ഒരു പ്രവൃത്തിയിലേക്കാണ് താൻ നീങ്ങുന്നതെന്ന് അറിയാം. പക്ഷെ പലപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെയാണ് നീങ്ങേണ്ടി വരുന്നത്. ഒരു വലിയ തീപിടുത്തം ഉണ്ടായാലോ അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോഴും ഒക്കെ ഏറ്റവും അടുത്ത രക്ഷാപ്രവർത്തകർക്കോ സുരക്ഷാ സേനയ്ക്കോ ഒപ്പം നിന്ന് തൊഴിലെടുക്കുന്നവരാണ് മാധ്യമപ്രവർത്തകരും. നമ്മുടെ ജീവനും പലപ്പോഴും ഏതെല്ലാം മുൻകരുതൽ ഉണ്ടായാലും അതിനപ്പുറം അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരമൊരു പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തൊഴിലെടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാവുന്ന അവസ്ഥ ഉണ്ടായത്. അത് അത്യന്തം വേദനാജനകമാണ്. ഒപ്പം തന്നെ മുഴുവൻ മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ ജീവിതം എത്രത്തോളം സാഹസികമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം അപകടകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നത് സാധാരണ ജനങ്ങളെയും അധികാരികളെയും ഒക്കെ ബോധ്യപ്പെടുത്തേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒന്നുകൂടിയാണിത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് വിക്ടർ ജോർജിന്റെ ഒരു സംഭവത്തിലാണെന്ന് തോന്നുന്നു സമാനമായ രീതിയിലേക്ക് തൊഴിലെടുക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു അപകടമുണ്ടായി, അപകടത്തിൽപ്പെട്ട് ദാരുണമായ അന്ത്യത്തിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു മരണത്തിനൊക്കെ അപ്പുറം ഒരു വാഹനാപകടം ഒന്നും പോലെയല്ല. ജോലി ചെയ്യുന്നതിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്. അതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഈ പരിസ്ഥിതി സ്നേഹികൾക്കും എല്ലാവർക്കുമുള്ള ദുഃഖത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയനും പങ്കുചേരുകയാണ്. കിരൺ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. ഏറ്റവും മികച്ച ഒരു ദൃശ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനൊടുവിലാണ് വിക്ടർ ജോർജിന് തൻ്റെ ജീവൻ വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ ആ ഉരുൾപൊട്ടലെടുത്ത് വെച്ച് നഷ്ടമാവുന്നത്. ഇതുപോലെ മുകേഷും കാത്തിരുന്നത് ഒരുപക്ഷെ ഒരു മികച്ച ദൃശ്യത്തിന് വേണ്ടിയാവാം. ആ കാത്തിരിപ്പിനൊടുവിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ എടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ അപകടം പോയത്. മുകേഷിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആദരാഞ്ജലികൾ അറിയിക്കുകയാണ് ഞങ്ങൾ.